അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഒരു ന്യൂസുമായാണ് രാവിലെ വാട്സപ്പിൽ കണ്ടത്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലി കുറച്ച് ഖുർആൻ ഓതി പിന്നെ വെറുതെ ഒന്ന് വാട്സപ്പ് നോക്കുമ്പോൾ അതാ ന്യൂസ് കാണും. എന്താണത്? ആ റിപ്പോർട്ട് എന്താണ്? വളരെ വേദനയുള്ളതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, സർവരും മരിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയതാണ്. ജീവനുണ്ടോ, ഇവിടുന്ന് ഒരു ദിവസം ആ ജീവൻ പോകേണ്ടി വരും. മരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ലോകത്തൊരാൾക്കും ഇല്ല എന്നുള്ളത് സത്യമാണ്. ഈ ലോകത്തുള്ള സർവ്വതും നശിക്കുമെന്നുള്ളതും സത്യമാണ്. എന്നാലും ചില വിയോഗങ്ങൾ, മാനസികമായി ചില വിഷമങ്ങൾ ഉണ്ടായേക്കാം. അതിൽപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ മർഹൂം CC മായിൻ ഹാജിയുടെ വിയോഗം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായൊരു സ്ഥാപനമാണ് ദാറുൽ ഫതഹ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം. ദഅവ കോളേജുകളും ദർസും പള്ളികളും മദ്രസകളും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന മഹത്തായ സ്ഥാപനമാണ് ദാറുൽ ഫതഹ്. SYSന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ RP മുഹമ്മദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ മഹത്തായ സ്ഥാപനമാണ് ദാറുൽ ഫതഹ്. ആ ദാറുൽ ഫതഹിൻ്റെ ഫൈനാൻസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട CC മായിൻ ഹാജി ആയിരുന്നു. CC മായിൻ ഹാജി അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻസ് സെക്രട്ടറി ആയതു മുതൽ മരണം വരെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തനിക്ക് കഴിയാവുന്ന സർവ്വതും സമർപ്പിക്കൽ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. സ്വന്തമായി ബിസിനസ്സുകളും ബിസിനസ്സുകളും അതുപോലെ തന്നെ ജോലിയുമുണ്ട്. എന്നാലും അദ്ദേഹം സ്ഥാപനത്തിന് വേണ്ടിയാണ് കൂടുതൽ സമയവും ചെലവഴിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഓടി നടക്കലാണ്. രാപ്പകൽ ഭേദമന്യേ അതിസമയവും ദാറുൽ ഫതഹിന് വേണ്ടിയും ദീനിന് വേണ്ടിയും ഓടി നടക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് CC മായിൻ ഹാജ്. ദാറുൽ ഫതഹിനോട് ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളതെങ്കിലും കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ദാറുൽ ഫതഹ് ആവശ്യാർത്ഥം അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നാൽ പലപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടാവുകയില്ല. ദാറുൽ ഫതഹിന് വേണ്ടി RP ഹുസൈൻ മാസ്റ്ററോടൊപ്പം അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒപ്പം എവിടേക്കെങ്കിലും പോയതായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്, പരിചയപ്പെട്ടതു മുതൽ ഈ അടുത്ത കാലം വരെ വളരെ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് അദ്ദേഹം പെരുന്നാൾ സന്ദേശം അയക്കുകയും സന്തോഷങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അസുഖബാധിതമായിരിക്കുന്ന സമയത്ത് കാണാൻ പോയപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ നിഷ്കളങ്കയോടുകൂടെ ഈ രോഗങ്ങളൊക്കെ മാറി നല്ല രൂപത്തിൽ ദീനിന് ഖിദ്മത്തെടുക്കണം, സ്ഥാപനങ്ങൾക്ക് സഹകാരിയാകണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ധാരാളം സ്ഥാപന സമുച്ചയങ്ങളാണ് ദാറുൽ ഫതഹിൻ്റെ കീഴിൽ നടക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം, സ്ഥാപനങ്ങളാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും, കടങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും. എന്നാൽ വലിയ പ്രതിസന്ധികളിൽ പലപ്പോഴും മായിൻ ഹാജി താങ്ങും തണലുമായി ദാറുൽ ഫതഹിനോടൊപ്പം നിന്നിട്ടുണ്ട്. RP ഹുസൈൻ മാസ്റ്ററുടെ വലം കൈയായി മായിൻ ഹാജി വളരെ കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മായിൻ ഹാജിയുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. വ്യക്തിപരമായി ധാരാളം സഹായങ്ങൾ ചെയ്യുമെങ്കിലും അത് പബ്ലിക്കായി ഒരു വിഷയം പറഞ്ഞാൽ അവിടെയും അദ്ദേഹം ഏറ്റെടുക്കൽ പതിവാണ്. പബ്ലിക്കായി ഏറ്റെടുക്കുന്നത് എന്തിനാണ്? ഇത് കാരണം മറ്റുള്ളവരും കൂടെ ഏറ്റെടുക്കണമെന്നുള്ള സതുദ്ദേശത്തോടുകൂടെ അവരും പബ്ലിക്കായി ഏറ്റെടുക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, മായിൻ ഹാജി വളരെ നിസ്തുലമായൊരു പ്രവർത്തകനായിരുന്നു, സ്വാർത്ഥമായ പ്രവർത്തകനായിരുന്നു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ വിയോഗം
അദ്ദേഹത്തിനിക്ക് വളരെ മനസ്സിന് വിഷമമുണ്ടായ സംഭവമാണ്. കണ്ണൂർ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നല്ലോ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മർഹൂം പഴശ്ശി ഉസ്താദ്. പഴശ്ശി ഉസ്താദിനെ അറിയില്ലേ നിങ്ങൾക്ക്? പഴശ്ശി ഉസ്താദ് കേരളത്തിൽ 14 ജില്ലകളിലും ഒരേ സമയത്ത് കലക്ടറേറ്റ് മാർച്ച് നടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനായി അദ്ദേഹം എത്തുകയാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ പ്രഭാഷകനായി എത്തിയ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ നിയമിതനായ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ കേരളത്തിൽ ഒന്നടങ്കം ജനത ഒരേ സമയത്ത് പ്രതിഷേധം നടത്തിയപ്പോൾ, കലക്ടറേറ്റ് മാർച്ച് നടത്തിയപ്പോൾ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം വളരെ വാചാലനായി പ്രസംഗിക്കുകയുണ്ടായി. മർഹൂം പഴശ്ശി ഉസ്താദ് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു അന്ന്. പഴശ്ശി ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ദാറുൽ ഫത്തഹിലേക്ക് വരുമ്പോഴാണ് പഴശ്ശി ഉസ്താദ് വഫാത്തായി എന്നുള്ള വിവരം സിസി മായിൻ ഹാജി പറയുന്നത്. സിസി മായിൻ ഹാജി പറയുകയാണ്, നമ്മുടെ സയ്യിദ് ഉസ്താദ് മരണപ്പെട്ടു, സയ്യിദ് ഉസ്താദ് വഫാത്തായി. നമ്മുടെ ഭാഷയിൽ പഴശ്ശി ഉസ്താദ് എന്നാണല്ലോ പൊതുവെ പറയാറുള്ളത്. അപ്പം ഏത് സയ്യിദി, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, നമ്മുടെ അബ്ദുൽ ലത്തീഫ് സയ്യിദി പഴശ്ശി ഉസ്താദ് മരണപ്പെട്ടു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴല്ലേ നമ്മൾ കലക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്തു വരുന്നത്? അവരുടെ പഴശ്ശി ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ നമ്മൾ പോന്നല്ലോ, ഉസ്താദ് ഹോസ്പിറ്റലിൽ പോകുന്ന രംഗവും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ ഖലാഅ് പഴശ്ശി ഉസ്താദ് വിടവാങ്ങിയെന്ന് സിസി മായിൻ ഹാജി പറയുമ്പോൾ, ശേഷം നടക്കുന്ന പഴശ്ശി ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടികളിലൊക്കെ സിസി മായിൻ ഹാജി വളരെ വിഷമത്തിലാണ് ഉണ്ടായിരുന്നത്. കണ്ണ് നിറച്ച് ആമീൻ പറയുന്നത് നമുക്ക് കാണാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പഴശ്ശി ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ സിസി മായിൻ ഹാജിയുടെയും പാരത്രിക ലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവൻ്റെ ദീനിന് ഇഖ്ലാസോടുകൂടെ ധാരാളം കാലം ഖിദ്മത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.